സിസ്റ്റം അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചില ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം 8ാം ക്ലാസ്സിൽ നമ്മൾ 7 വരെയുള്ള പഠനഭാഗത്തിൽ നിന്ന് വിഭിന്നമായിട്ട് മാത്തമാറ്റിക്സിനെ കുറേ കൂടെ ഗൗരവമായിട്ട് സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അപ്പം 8ൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് അതിൽ പല പാഠഭാഗങ്ങളും കടന്നു വരുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ നമുക്ക് 13 ചാപ്റ്ററാണ് മാത്തമാറ്റിക്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ ഒരു 6ഓളം ചാപ്റ്റർ എന്ന് പറയുന്നത് ജാമിതീയ രൂപങ്ങളുമായി ജോമെട്രിക്കൽ ഷേപ്പുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജാമിതീയ രൂപങ്ങൾ. നമ്മൾ 8ാം ക്ലാസ്സിലെ പോളിഗൺസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ജാമിതീയ രൂപങ്ങളെ കുറിച്ച് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാഠഭാഗത്തിനുള്ള അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ 9ാം ക്ലാസ്സിലെ ജാമിതീയ പാഠഭാഗങ്ങളിൽ വരുന്ന സമയത്ത് നമുക്കത് കുറെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഒന്നാമത്തെ 9ാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏരിയ, പരപ്പളവ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ത്രികോണങ്ങളെ പരപ്പളവിനെ സംബന്ധിച്ച് വരുന്ന ഒരു അധ്യായമാണത്. അപ്പം ത്രികോണങ്ങളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, അതാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പോളിഗൺസ് ബഹുഭുജങ്ങൾ. ഓക്കെ, മാത്തമാറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജോമെട്രി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഷേപ്പുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം പോളിഗൺസ്, നമ്മൾ ഒരുപാട് ബഹുഭുജങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏറ്റവും ചെറിയ ബഹുഭുജമാണ് ത്രികോണം, ട്രയാങ്കിൾ. ഓക്കെ, ഇപ്പം ബഹുഭുജമാവണമെങ്കിലുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വശങ്ങളെല്ലാം നേർരേഖയിലായിരിക്കണം, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം, ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം, പരസ്പരം കൂട്ടിയോജിപ്പിച്ച രൂപത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതിന് എത്ര വശങ്ങളുണ്ടോ അത്രയും തന്നെ കോണുകൾ ഉണ്ടാകും. അകക്കോൺ, പുറംകോൺ, ഇന്റേണൽ ആംഗിൾ, എക്സ്റ്റേണൽ ആംഗിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ത്രികോണങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന കാര്യം, ത്രികോണം നമുക്കറിയാം, പേരിൽ തന്നെ 3 കോണുകൾ ഉള്ളത്, അതാണ് ത്രികോണം, ട്രയാങ്കിൾ. അപ്പൊ 3 വശങ്ങളുള്ള ത്രികോണം. അപ്പൊ നമുക്കറിയാം ത്രികോണത്തിന് 3 വശങ്ങൾ ഉണ്ടായിരിക്കും, 3 കോണുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ജാമിതീയ രൂപമാണ് ത്രികോണം. ത്രികോണത്തെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ത്രികോണത്തെ അതിന്റെ കോണുകളെ വെച്ചിട്ട്, ആംഗിൾ വെച്ചിട്ട് നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ആംഗിൾ we can divide triangle into 3. okay, ഒന്നാമത്തേത് acute triangle, then obtuse triangle, മൂന്നാമത്തേത് right angle triangle. മലയാളത്തിലാണെങ്കിൽ acute triangle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂന ത്രികോണം, ബൃഹത് ത്രികോണം, ദെൻ നമുക്ക് പരിചയമുള്ള മട്ടത്രികോണം. എന്താണ് ന്യൂന ത്രികോണം, എന്താണ് ബൃഹത് ത്രികോണം, എന്താണ് മട്ടത്രികോണം, ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കും. അപ്പൊ ത്രികോണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് ത്രികോണങ്ങളെ അവയുടെ കോണുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ന്യൂന ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിന്റെ 3 കോണുകളും 90 ഡിഗ്രിയേക്കാൾ താഴെയാണെങ്കിൽ, നമുക്കറിയാം ത്രികോണത്തിന് 3 കോണുകൾ ഉണ്ടാകും. എ ബി സി എന്ന് പറയുന്ന ത്രികോണം നമ്മൾ പരിഗണിച്ചാൽ, എ ബി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും എ സി എന്ന് പറയുന്നതും 3 വശങ്ങളാണ്. കോൺ എ എന്ന് പറയുന്ന കോൺ, ബി എന്ന് പറയുന്ന കോൺ, സി എന്ന് പറയുന്ന കോൺ. ഈ 3 കോണുകളും 90 ഡിഗ്രിയേക്കാൾ താഴെയാണെങ്കിൽ, ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയേക്കാൾ താഴെയാണെങ്കിൽ ആ ത്രികോണത്തെ പറയുന്ന പേരാണ് അക്യൂട്ട് ട്രയാങ്കിൾ അല്ലെങ്കിൽ ന്യൂന ത്രികോണം. അപ്പൊ ന്യൂന ത്രികോണത്തിന്റെ എല്ലാ കോണുകളും 90 ഡിഗ്രിയേക്കാൾ താഴെയായിരിക്കും. നേരെ തിരിച്ചു പറയാം, എല്ലാ കോണുകളും 90-നേക്കാൾ താഴെയാണെങ്കിൽ ആ ത്രികോണത്തെ നമുക്ക് ന്യൂന ത്രികോണം എന്ന് പറയാം. ദെൻ ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായിരിക്കും, ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എല്ലാം 90-നേക്കാൾ കുറവായിരിക്കും, ഇവിടെ എല്ലാം 90-നേക്കാൾ കൂടുതലായിരിക്കില്ല. കാരണം
90-നേക്കാൾ കൂടുതലായ രണ്ട് സംഖ്യ 91 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ 91 + 91 182 ആയി. ത്രികോണത്തിന്റെ കോണുകൾ ആകെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ അകക്കോണിന്റെ തുക എപ്പോഴും 180 ഡിഗ്രിയെ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് രണ്ട് കോണുകൾ 90-നേക്കാൾ കൂടുതൽ ഉണ്ടാവുകയില്ല. അപ്പൊ ബൃഹത്ത് കോണിന്റെ നിർവചനം ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായാൽ മതി. ഏതെങ്കിലും ഒരു കോൺ 90-നേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം ത്രികോണങ്ങളാണ് ബൃഹത്ത് ത്രികോണം. ദെൻ മൂന്നാമത്തത് മട്ട ത്രികോണം. നമുക്കറിയാം വളരെ നമ്മൾ കൂടുതൽ പരിചയമുള്ള ഒരു ത്രികോണമാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മട്ട ത്രികോണം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഒരു കോൺ എക്സാക്ട്ലി 90 ഡിഗ്രി ആയിരിക്കും. ഒരു കോൺ കൃത്യമായിട്ടും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ത്രികോണത്തെയാണ് നമ്മൾ മട്ട ത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് കോണുകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ ത്രികോണങ്ങളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അക്യൂട്ട് ട്രയാംഗിൾ, ഒബ്റ്റ്യൂസ് ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അക്യൂട്ട് ട്രയാംഗിൾ all angles are less than 90 degree. Obtuse triangle any one of the angle greater than 90 degree. Right angle triangle means one angle exactly equal to 90 degree. ഇനി നമുക്ക് മട്ട ത്രികോണത്തെ കുറിച്ച് വ്യക്തമായൊരു ധാരണ കൂടെ വരുത്തേണ്ടതുണ്ട്. നമ്മൾ മട്ട ത്രികോണത്തെ മാത്രമായിട്ടൊന്നും എടുക്കും. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ത്രികോണം, എ എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഈ ത്രികോണത്തെ നമ്മൾ മട്ട ത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മട്ട ത്രികോണം. മട്ട ത്രികോണത്തിൽ നമുക്കറിയാം 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയുണ്ട്, പൈതഗോറസ് തിയറം, പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ മട്ട ത്രികോണത്തിന്റെ എല്ലാ ത്രികോണത്തിലെയും പോലെ മട്ട ത്രികോണത്തിന്റെ 3 വശങ്ങൾ, അതിന് പ്രത്യേകതയുണ്ട്, ശ്രദ്ധിക്കാം. മട്ട ത്രികോണത്തിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, 90ന്റെ എതിർവശം വരുന്ന ബി സി എന്ന് പറയുന്ന വശം, ചിത്രത്തിൽ ബി സി എന്ന് പറയുന്ന വശം, ഇതായിരിക്കും എപ്പോഴും മട്ട ത്രികോണത്തിൽ ഏറ്റവും വലിയ വശം വരുന്നത്. ഈ വലിയ വശത്തെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയും. കർണം, ഹൈപ്പോട്ടിന്യൂസ്. അപ്പം ഏതൊരു മട്ട ത്രികോണത്തിലെയും ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് 90 ഡിഗ്രി വരുന്ന കോണിന്റെ എതിർവശമായിട്ട് വരുന്ന സൈഡാണ്, വശമാണ്. അതിനാണ് ഹൈപ്പോട്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത്. ദെൻ ബാക്കി രണ്ട് വശങ്ങൾ 90 ഡിഗ്രിയുമായി ചേർന്ന് വരുന്ന വശങ്ങളാണ് ലംബവശങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ പാദം, ബേസ് എന്ന് പറയും. ഇത് ബേസ് ആണ്, പാദം. ദെൻ ഇതാണ് ലംബം. ദെൻ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ്. ഓക്കെ, ഇപ്പം മട്ട ത്രികോണത്തിന്റെ 3 വശങ്ങൾ, പിന്നെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന വശം ഹൈപ്പോട്യൂസ്. ദെൻ താഴെ വരുന്ന വശം എന്ന് പറയുന്നത് പാദം, ബേസ് ആണ്. ദെൻ 90 ഡിഗ്രിയുടെ രണ്ടാമത്തെ വശം ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം, ഹൈറ്റ് എന്ന് പറയും. ഈ രണ്ട് വശങ്ങൾ പരസ്പരം നമുക്ക് ഇത് പാദവും ഇത് ലംബവുമായിട്ട് എന്ന് കരുതി മാറ്റമൊന്നുമില്ല, പ്രശ്നമില്ല. 90ന്റെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും എപ്പോഴും കർണമായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കാം. അങ്ങനെയെങ്കിൽ പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോട്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് പൈതഗോറസ് എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞൻ പറഞ്ഞു വെച്ചത്. ഹൈപ്പോട്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, മട്ട ത്രികോണത്തിൽ മാത്രമേ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂന ത്രികോണത്തിലോ ബൃഹത്ത് ത്രികോണത്തിലോ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. അപ്പൊ മട്ട ത്രികോണത്തിൽ അപ്ലൈ ചെയ്യുന്ന രൂപം എങ്ങനെയാണ്? ഹൈപ്പോട്യൂസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ല, ഹൈപ്പോട്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. പാദം 3 സെന്റിമീറ്ററും ആൾട്ടിറ്റ്യൂഡ് ലംബം 4 സെന്റിമീറ്ററുമായിട്ടുള്ള ഒരു മട്ട ത്രികോണം. പാദം 3 സെന്റിമീറ്റർ, ആൾട്ടിറ്റ്യൂഡ് 4 സെന്റിമീറ്റർ. ഇതിന്റെ ഹൈപ്പോട്യൂസ് ബി സി എന്ന് പറയുന്ന ഹൈപ്പോട്യൂസ് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? നമുക്കറിയാം ബി സി
ഈ മട്ട ത്രികോണത്തിലെ കർണമാണ്. കർണത്തിന്റെ വർഗം കാണാൻ പാദത്തിന്റെ വർഗവും ലംബത്തിന്റെ വർഗവും തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം ബി സി ആണ് കർണം. ബി സി സ്ക്വയർ ഈക്വൽ ടു പാദം 3 ആണ്, 3 സ്ക്വയർ പ്ലസ് ദെൻ ആൾട്ടിറ്റ്യൂഡ് 4 സെന്റിമീറ്റർ ആണ്, 4 സ്ക്വയർ. ഓക്കെ, 3ന്റെ സ്ക്വയർ എന്താണ്? 3ന്റെ വർഗം അല്ലെങ്കിൽ 3⁻²2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഗുണിക്കണം 3. ഓക്കെ, 3 ഗുണിക്കണം 3 9 പ്ലസ് 4ന്റെ വർഗം എന്ന് പറയുന്നത് 4 ഗുണിക്കണം 4 16. 9 പ്ലസ് 16 25. ഓക്കെ, അപ്പം 9 പ്ലസ് 16 25. അപ്പം ബി സി സ്ക്വയർ ഈക്വൽ ടു 25. അതായത് കർണം 25 സെന്റിമീറ്റർ എന്നല്ല അതിന്റെ അർത്ഥം. കർണത്തിന്റെ വർഗം 25 സെന്റിമീറ്റർ ആണ്. അതായത് ബി സി എന്ന് പറയുന്ന കർണം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്വയറിനെ മാറ്റിയിട്ട് റൂട്ട് എടുക്കണം. അപ്പൊ റൂട്ട് 25 എന്ന് വരും. റൂട്ട് 25ന്റെ വില നമുക്കറിയാം 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം 5 സെന്റിമീറ്റർ ആണ് അതിന്റെ കർണവശമായിട്ട് വരുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ. ഒരു മട്ടത്രികോണത്തിന്റെ കർണം 13 സെന്റിമീറ്റർ ആണ്. കർണം 13 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഹൈറ്റ് 12 സെന്റിമീറ്റർ ആണ്. അതിന്റെ പാദവശം എ ബി എന്ന് പറയുന്ന വശം എത്ര സെന്റിമീറ്റർ ആയിരിക്കും? നേരത്തെയുള്ള ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർണത്തിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ബി സി എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. ദെൻ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള എ സി എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഹൈപ്പോട്യൂസ് സ്ക്വയർ സമം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ നമുക്ക് കർണം അറിയാം, ലംബവും അറിയാം. പാദവശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ പാദവശത്തിന് വേണ്ടിയിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാണ്. ബേസ് സ്ക്വയർ ഈക്വൽ ടു. ഓക്കെ, ബേസ് സ്ക്വയർ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. കർണമാണ് ഏറ്റവും വലിയ വശം. അപ്പൊ കർണത്തിൽ നിന്ന് നമുക്കറിയാത്തതിന്റെ വർഗം എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം, കുറച്ച് മാറ്റണം. ഹൈപ്പോട്യൂസ് സ്ക്വയറിൽ നിന്ന് എന്താണ് കുറച്ച് മാറ്റേണ്ടത്? ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കുറച്ച് മാറ്റുന്നു. ഓക്കെ, ഹൈപ്പോട്യൂസ് സ്ക്വയറിൽ നിന്ന് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കുറച്ച് മാറ്റിയാൽ ബേസിന്റെ സ്ക്വയർ കിട്ടും, പാദത്തിന്റെ വർഗം കിട്ടും. ഇനി ഇതിന് പകരം ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് നമുക്ക് ആവശ്യമുള്ള ബാക്കി 2 ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം ആൾട്ടിറ്റ്യൂഡിന്റെ വർഗം കാണാൻ വേണ്ടിയിട്ട് ഹൈപ്പോട്യൂസിന്റെ വർഗത്തിൽ നിന്ന് പാദമായിട്ടുള്ള ബേസിന്റെ വർഗം എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. ഇവിടെ ചോദ്യത്തിൽ ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്യൂസ് സ്ക്വയർ ദെൻ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി സ്ക്വയർ ഈക്വൽ ടു 13ന്റെ വർഗം മൈനസ് എ 12ന്റെ വർഗം. ഓക്കെ, 13ന്റെ വർഗം എന്ന് പറയുന്നത് 13 ഗുണിക്കണം 13 ആണ്. 13 ഗുണിക്കണം 13 169 മൈനസ് 12ന്റെ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഗുണിക്കണം 12 144. ഓക്കെ, 169ൽ നിന്ന് 144 കുറച്ച് കഴിഞ്ഞാൽ 25. ഓക്കെ, അപ്പം ബി സ്ക്വയർ ഈക്വൽ ടു 25. നമുക്ക് വേണ്ടത് ബിയുടെ വാല്യൂ ആണ്, പാദത്തിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പം പാദം എന്ന് പറയുന്ന ബി എന്ത് വരും? റൂട്ട് 25. റൂട്ട് 25 നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം 5 സെന്റിമീറ്റർ ആണ് പാദമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചത് ബഹുഭുജങ്ങളിൽ പോളിനോമിയൽസിൽ ആദ്യത്തെ പോളിനോമിയൽ ആയിട്ടുള്ള ത്രികോണത്തെ നമ്മൾ 3ആയിട്ട് കോണിനെ ബേസ് ചെയ്ത് 3ആയി തരംതിരിച്ചു. അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, റൈറ്റ്. ദെൻ ഇനി നമുക്ക് ത്രികോണത്തിന്റെ വശങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണെങ്കിൽ, ഉദാഹരണമായിട്ട് എ ബി സി എന്ന് പറയുന്ന ത്രികോണം, ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി, 3 വശങ്ങളും തുല്യമാണെങ്കിൽ ആ ത്രികോണത്തെ നമ്മൾ പറയുന്നത് സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ.
ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഈ വശവും തുല്യമാണ്. എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൽ എ സി സമം ബി സി ആണ്. രണ്ട് വശങ്ങൾ മാത്രം തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിൽ നമ്മൾ പറയാം ഐസോസിലസ് എന്നാണ്. ഐസോസിലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം. മൂന്ന് വശങ്ങളിൽ തുല്യമായിട്ടുള്ള ത്രികോണമാണ് സമഭുജ ത്രികോണം. രണ്ട് വശങ്ങളിൽ തുല്യമാണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം. പിന്നെ മൂന്ന് വശങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച സംഗതി മൂന്നിന്റെയും കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ആകെ ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് നമുക്കറിയാം. ഓരോ കോണും 60 ഡിഗ്രി വീതം വരുന്നുണ്ട്. ഇപ്പൊ സമഭുജ ത്രികോണം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു പോളിഗണാണ്. സമഭുജ ത്രികോണം ഒരു റെഗുലർ പോളിഗൺ ആണ്. എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ബഹുഭുജങ്ങളെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ സമബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ബഹുഭുജമായിട്ടുള്ള ത്രികോണത്തിലെ സമബഹുഭുജമാണ് സമഭുജ ത്രികോണം. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്നും നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ മറ്റ് ബഹുഭുജങ്ങളെ കുറിച്ചാണ് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അടുത്തത് മൂന്ന് വശങ്ങൾ ഉണ്ടെങ്കിൽ ത്രികോണം. 4 വശങ്ങളുള്ള ബഹുഭുജത്തെ നമ്മൾ പറയുന്ന പേരാണ് ചതുരം അല്ലെങ്കിൽ ചതുർഭുജം. പൊതുവായിട്ട് ചതുർഭുജങ്ങൾ എന്ന് പറയും. ചതുർഭുജങ്ങൾ ക്വാഡ്രിലാറ്ററൽസ്. നമുക്ക് 8ാം ക്ലാസ്സിൽ നമ്മൾ ക്വാഡ്രിലാറ്ററിനെ കുറിച്ച് 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ക്വാഡ്രിലാറ്ററൽസിന്റെ ഏരിയ കണ്ടെത്തുന്നത്, എന്തൊക്കെയാണ് ക്വാഡ്രിലാറ്ററൽസിന്റെ പ്രത്യേകതകൾ. ഇപ്പോൾ ക്വാഡ്രിലാറ്ററൽസിൽ വരുന്ന രൂപങ്ങളാണ് ചതുരം, സമചതുരം, പാരലലോഗ്രാം, സാമാന്തരികം, സമഭുജ സാമാന്തരികം, റോംബസ്. അതുപോലെ തന്നെ നമ്മൾ പട്ടത്തിന്റെ ഒക്കെ ഷേപ്പ്, കൈറ്റ് എന്ന് പറയുന്ന പട്ടത്തിന്റെ ഒക്കെ ഷേപ്പ്, ഇതൊക്കെ ക്വാഡ്രിലാറ്ററിന്റെ എക്സാമ്പിൾസ് ആണ്. ക്വാഡ്രിലാറ്ററിന്റെ കഴിഞ്ഞാൽ 5 വശങ്ങൾ വരുന്ന ബഹുഭുജത്തെ നമ്മൾ പെന്റഗൺ, 6 വശമാണെങ്കിൽ ഹെക്സഗൺ, 7 വശമാണെങ്കിൽ ഹെപ്റ്റഗൺ, 8 വശമാണെങ്കിൽ ഒക്ടഗൺ, 9 വശമാണെങ്കിൽ നൊണഗൺ, 10 വശമാണെങ്കിൽ ഡെക്കാഗൺ. ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് അറിഞ്ഞു നോക്കേണ്ട ഒരു സംഗതി, ചതുർഭുജങ്ങൾ 4 വശമുള്ള ചതുർഭുജങ്ങൾ അതിന്റെ ചുറ്റളവ് എങ്ങനെയാണ്, പരപ്പളവ് എങ്ങനെയാണ് കാണുക എന്നതാണ്. ഉദാഹരണമായിട്ട് സമചതുരം, ഇത് 4 വശമുള്ള ഒരു ബഹുഭുജാണ്. എല്ലാ വശങ്ങളും തുല്യമാണ്. ഇതൊരു സമബഹുഭുജം കൂടെയാണ്. അപ്പൊ 3 വശത്തിൽ വരുന്ന 3 വശമുള്ള സമബഹുഭുജമാണ് സമഭുജ ത്രികോണം. 4 വശം വരുന്ന സമബഹുഭുജമാണ് സമചതുരം. സമചതുരത്തിന്റെ ABCD എന്ന് പറയുന്ന സമചതുരമാണെങ്കിൽ ഈ സമചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കണക്കാക്കുക, പരപ്പളവ് എങ്ങനെയാണ് കണക്കാക്കുക. ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B വരെ, ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക്, തിരിച്ച് ഡിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന ആകെ നീളമാണ് നമ്മൾ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഒരു വശത്തിന്റെ നീളം A ആണെങ്കിൽ എല്ലാ വശത്തിന്റെയും നീളം A തന്നെയായിരിക്കും. അത്രയും യൂണിറ്റ് ആണ്. അപ്പം A പ്ലസ് A പ്ലസ് A പ്ലസ് A 4A എന്ന് എഴുതാം. ഇതാണ് സമചതുരത്തിന്റെ ചുറ്റളവായിട്ട് വരുന്നത്. സമചതുരത്തിന്റെ തന്നെ പരപ്പളവ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ABCD എന്ന് പറയുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഒരു വശം A ആണ്, നീളവും വീതിയും എല്ലാം A എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് A × A, അതായത് A² എന്നായിരിക്കും. ഇതാണ് സമചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും. ഇനിയിപ്പോൾ ദീർഘചതുരമാണെങ്കിൽ ഇവിടെ നീളവും വീതിയും, ലെങ്ത് ബ്രെഡ്ത്ത്, നീളവും വീതിയും
വ്യത്യസ്തമുള്ള ചതുരങ്ങളെയാണ് നമ്മൾ ദീർഘചതുരം എന്ന് പറയുന്നത്. എല്ലാം തുല്യമാണെങ്കിൽ സമചതുരം. ദീർഘചതുരമാണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? അതുപോലെ തന്നെ അതിൻ്റെ പരപ്പളവ്. ഓക്കെ, ദീർഘചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നീളം പ്ലസ് ഇവിടെ നീളം ഉണ്ടാകും. ഈ എ ബി എന്ന് പറയുന്ന നീളവും സി ഡി എന്ന് പറയുന്ന നീളവും തുല്യമായിരിക്കും. ഇവിടെ ഒരു നീളവും കാണാം. ഇവിടെ വീതിയായി ഈ വീതി തന്നെയാണ് ഇവിടെയും വരിക. അതായത് ഇവിടെ നമുക്ക് വീതി എന്ന് എഴുതാം. അതായത് രണ്ട് നീളവും രണ്ട് വീതിയും കൂടെ കൂട്ടിയതാണ് ദീർഘചതുരത്തിന്റെ ചുറ്റളവ് വരുന്നത്. നമുക്ക് എഴുതാൻ പറ്റും 2 നീളം പ്ലസ് 2 വീതി. അതായത് 2 ഇൻറ്റു നീളം പ്ലസ് വീതി. നമ്മൾ നീളവും വീതിയും തമ്മിൽ കൂട്ടുന്നു, അതിനെ ഇരട്ടിയെടുക്കുന്നു. ഇതാണ് ചുറ്റളവായിട്ട് വരുന്നത് ദീർഘചതുരത്തിൽ. ഞാൻ പരപ്പളവ് നീളത്തെ വീതി കൊണ്ട് ഗുണിച്ച കാര്യമായിരിക്കും. നീളം ഗുണിക്കണം വീതി. അപ്പം റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. നമ്മൾ നീളവും വീതിയും കൂട്ടിയ വാല്യൂ, ആ സമ്മിന് അതിൻ്റെ ഇരട്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ ഏരിയ വരുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന വാല്യൂ. നമ്മൾ പൊതുവായിട്ട് ബഹുഭുജങ്ങൾ നമുക്ക് അതിൻ്റെ പ്രത്യേകതകളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബഹുഭുജത്തിൻ്റെ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ബഹുഭുജത്തിൻ്റെ ഒരു വശത്തിനെ നമ്മൾ n എന്ന അക്ഷരം വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ത്രികോണമാണെങ്കിൽ n ഈക്വൽ ടു 3. ദെൻ ചതുർഭുജമാണെങ്കിൽ n-ന്റെ വാല്യൂ 4. എത്ര വശങ്ങളുണ്ടോ ആ എണ്ണത്തെയാണ് n കൊണ്ട് സൂചിപ്പിക്കുന്നത്. വശങ്ങളുടെ എണ്ണമാണ് n. നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമ്മൾ n എന്നെടുക്കുന്നത്. ഇത് 3 വരാം, 4 വരാം, 5 ഇങ്ങനെ പോകുന്നുണ്ടാവും. ഏറ്റവും ചെറുത് 3, 2ഉം 1ഉം വശമായിട്ട് വരുന്നില്ല. കാരണം 2 വശമോ 1 വശമോ ഉണ്ടെങ്കിൽ അതെന്തല്ല, പോളിഗൺ അല്ല, ബഹുഭുജമായിട്ട് നമുക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും ചെറിയ ബഹുഭുജം ത്രികോണമാണ്. അതിന് 3 വശങ്ങൾ ഉണ്ടാകും. അപ്പം n-ന്റെ വില 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ അവിടെ പഠിച്ചൊരു കാര്യമാണ് ത്രികോണത്തിൽ 3 കോണുകളുണ്ട്. ആ 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാന്ന് നമുക്കറിയാം. ത്രികോണമാണെങ്കിൽ 3 കോണുകളുണ്ട്. ഈ 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അകക്കോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. പൊതുവായിട്ട് n വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ പോളിഗണിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, അകക്കോണുകളുടെ തുക നമ്മൾ s വെച്ച് സൂചിപ്പിക്കും. സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, അകക്കോണുകളുടെ തുക കാണാനുള്ള സമവാക്യമാണ് n-2 ഇൻറ്റു 180. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സംഗതിയാണ് n-2 ഇൻറ്റു 180. n-ന്റെ വാല്യൂ 3, ത്രികോണമാണെങ്കിൽ 3 കൊടുക്കുകയാണെങ്കിൽ ത്രികോണത്തിന് 3 - 2 ഇൻറ്റു 180. 3 - 2 1 ഇൻറ്റു 180 ഉണ്ട്. അങ്ങനെയാണ് ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക 180 കിട്ടുന്നത്. ദെൻ ചതുർഭുജമാണെങ്കിൽ 4 വശങ്ങൾ ഉണ്ടാകും. ഇപ്പൊ n-ന്റെ വാല്യൂ 4 എന്ന് കൊടുക്കുന്നു. 4 - 2 2 ഇൻറ്റു 180 360. ഓക്കെ, 10 വശമുള്ള ഒരു ബഹുഭുജമാണെങ്കിൽ n സമം 10 എന്ന് കിട്ടും. n സമം 10. അങ്ങനെയെങ്കിൽ അതിന്റെ അകക്കോണുകളുടെ തുക നമ്മൾ കണക്കാക്കുന്നത് n-2 ഇൻറ്റു 180 10 - 2 ഇൻറ്റു 180. ഓക്കെ, അതായത് 10 - 2 8 ഇൻറ്റു 180 വെച്ചിട്ടായിരിക്കും. എത്ര വശങ്ങളുണ്ടോ ആ വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറക്കുന്നു. അതിനെ 180 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകക്കോണിന്റെ തുക കിട്ടും. ഇനി ഏത് ബഹുഭുജത്തിന്റെയും പുറംകോണുകളുടെ തുക, അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഏത് ബഹുഭുജത്തിന്റെയും പുറംകോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. പുറംകോണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം, ഒരു ത്രികോണം ഇതിന് 3 അകക്കോണുകളുണ്ട്, അതുപോലെ തന്നെ 3 പുറംകോണുകളും ഉണ്ട്. ഈ വശം നീട്ടി വരയ്ക്കുന്നു. ഈ കോണാണ് എ എന്ന് പറയുന്ന പോയിന്റിലെ പുറംകോൺ. ബി എന്ന് പറയുന്ന
വശം നീട്ടി വരയ്ക്കുന്നു. ഇവിടെയാണ് ബിയിലെ പുറം കോൺ വരിക. ദെൻ സി എന്ന് പറയുന്ന വശം നീട്ടി വരയ്ക്കുന്നു. ഇതാണ് സി എന്ന് പറയുന്ന ബിന്ദുവിലെ പുറം കോൺ. ദെൻ ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ദെൻ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി, 70ഉം 50ഉം 120ഉം 180 ഡിഗ്രി അകക്കോണുകളുടെ തുക. ദെൻ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ പുറം കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക ലീനിയർ പെയർ, സം ഓഫ് ലീനിയർ പെയർ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 50നോട് എത്ര കൂട്ടിയാലാണ് 180 കിട്ടുന്നത്? ഇപ്പം 130 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഈ പുറം കോൺ 120 ഡിഗ്രി ആയിരിക്കും. നമ്മൾ കണ്ടെത്തുന്നത് അകക്കോൺ എത്രയുണ്ടോ 180ലേക്ക് എത്ര കൂടെ വേണോ അത് കൂട്ടിക്കൊടുക്കുന്നു. 70 ആണെങ്കിൽ 180 ആവാൻ 110 ഡിഗ്രി. ഓക്കെ. ഈ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 110 പ്ലസ് 130 പ്ലസ് 120. പുറം കോണുകളുടെ തുക 110 പ്ലസ് 130 പ്ലസ് 120 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി എന്ന്. ഏത് ബഹുഭുജത്തിന്റെയും പുറം കോണുകളുടെ തുക, ഇത് ചതുർഭുജമാണെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ചതുർഭുജമാണെങ്കിൽ ഓക്കെ, ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തു. 90 ഡിഗ്രി, ഇവിടെയും 90, എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. പുറം കോൺ, ഇവിടുത്തെ പുറം കോൺ ഈ കോണാണ് വരുന്നത്. ഇവിടുത്തെ പുറം കോൺ ദെൻ 90 ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി, 90 ആണെങ്കിൽ ഇവിടെയും 90 ഡിഗ്രി, 90 ആണെങ്കിൽ ഇവിടെയും 90 ഡിഗ്രി, ഇവിടെ 90 ആയതുകൊണ്ട് ഇവിടെയും 90 ഡിഗ്രി. പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 90 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് 90. പുറം കോണുകളുടെ തുക നമുക്ക് 360 ഡിഗ്രി. ഈ പഞ്ചഭുജമാണെങ്കിലും ഷഡ്ഭുജമാണെങ്കിലും പെന്റഗൺ, ഹെക്സഗൺ എല്ലാത്തിലും പുറം കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അകക്കോണുകളുടെ തുക കാണാനുള്ള സമവാക്യമാണ് n-2 × 180. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സംഗതി ഒന്നാമത്തെ 9ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള പരപ്പളവ് എന്ന ഭാഗത്തേക്ക് നമ്മെ സഹായിക്കുന്ന ചില മുന്നറിവുകളാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ചില സൂത്രവാക്യങ്ങളും അതുപോലെ തന്നെ ജാമിതീയ രൂപങ്ങളുടെ ചില പ്രത്യേകതകളുമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ആദ്യമായി ത്രികോണത്തെ നമ്മൾ കോണുകൾ വെച്ച് ക്ലാസിഫൈ ചെയ്തു. അക്യൂട്ട് ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ന്യൂന ത്രികോണം, ബൃഹത്ത് ത്രികോണം, മട്ട ത്രികോണം. ദെൻ അതിനെ വശങ്ങളുടെ തുല്യത വെച്ചിട്ട് 2 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്തു. 3 വശങ്ങളും തുല്യമാണെങ്കിൽ നമ്മൾ സമഭുജ ത്രികോണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നും, 2 വശങ്ങളും തുല്യമാണെങ്കിൽ അതിനെ ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി പിന്നെ ചെയ്തത് മട്ട ത്രികോണത്തിന്റെ പ്രത്യേകത 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന വശമാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. മറ്റ് 2 വശങ്ങൾ പാദവും ലംബവും, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് എന്ന് നമ്മൾ വിളിക്കുന്നു. പിന്നെ പൈതഗോറസ് സിദ്ധാന്തം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ നിന്ന് മറ്റ് 2 സമവാക്യങ്ങൾ നമുക്ക് രൂപീകരിച്ചെടുക്കാൻ പറ്റും. ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നും, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പിന്നെ പൊതുവായിട്ട് നമ്മൾ ഏത് ബഹുഭുജമാണെങ്കിലും അതിൻ്റെ വശങ്ങളെ n എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. n വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എല്ലായ്പ്പോഴും n-2 × 180 എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഏത് ബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഇത്രയും സംഗതികളിൽ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.